വാർത്തകൾ തുടരുന്നു. കടുത്തുരുത്തിയിൽ നടു റോഡിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഓട്ടോ ഡ്രൈവറായ യുവാവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 3 അംഗ സംഘത്തിലെ ഒരാൾ പിടിയിലായി. കബിക്കാട് പുത്തഞ്ചേരിയിൽ സജിയാണ് അറസ്റ്റിലായത്. കടുത്തുരുത്തി ടൗണിലെ ഓട്ടോ ഡ്രൈവറായ പാലകര നരിക്കുഴിയിൽ രാജീവിന്റെ പരാതിയിലാണ് സജിയെ അറസ്റ്റ് ചെയ്തത്. നടുറോഡിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. 3 അംഗ സംഘത്തിൽ ഒരാളായാണ് പിടിയിലായിരിക്കുന്നത്. കബിക്കാട് പുത്തഞ്ചേരിയിൽ സജിയാണ് അറസ്റ്റിലായത്. കടുത്തുരുത്തി ടൗണിലെ ഓട്ടോ ഡ്രൈവറായ പാലകര നരിക്കുഴിയിൽ രാജീവിന്റെ പരാതിയിലാണ് പോലീസ് നടപടി. ശനിയാഴ്ച രാത്രിയിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം. മോനിപ്പള്ളിയിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മോനിപ്പള്ളി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റായി ഡോക്ടർ ദിനേശ് ബാബുവിനെയും സെക്രട്ടറിയായി മനോജ് ഡി താമത്തിനെയും തെരഞ്ഞെടുത്തു. അറിയിപ്പുകൾ. തിരുവമ്പാടി SNDP ശാഖായോഗത്തിന് നേതൃത്വത്തിലുള്ള കർക്കിടക ബാബുബലി ബുധനാഴ്ച രാവിലെ 5:30 മുതൽ മടത്തിപ്പറമ്പിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. IHRയുടെ കീഴിൽ ഞീഴൂരിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ MG സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളിൽ +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ കടുത്തുരുത്തി ഏരിയ സമ്മേളനം 22-ന് രാവിലെ 10 മണിക്ക് കാണക്കാരി NSS ഹാളിൽ വെച്ച് നടക്കും. സമ്മേളന നടത്തിപ്പിനായി MN നാരായണൻ നായർ ചെയർമാനും N സുരേന്ദ്രനാഥ് സെക്രട്ടറിയുമായ സ്വാഗത സംഘം രൂപീകരിച്ചു. മാഞ്ഞൂർ പഞ്ചായത്ത് ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നതിന് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം ലഭിക്കുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. IT ഡിപ്ലോമ, BCA, BSc കമ്പ്യൂട്ടർ, PGDCA, BTech തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴായിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് പിഞ്ചുകുഞ്ഞും വിദ്യാർത്ഥികളുമടക്കം 40ഓളം പേർക്ക് പരിക്ക്. കർക്കിടകം പിറന്നു, നാടും വീടും രാമായണ ശീലുകളാൽ നിറഞ്ഞു തുടങ്ങി. ഭക്തിയുടെ നേരനുഭവമായി കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മാഞ്ഞൂർ സൌത്തിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനെ കർഷകർ തടഞ്ഞുവെച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകൾ പുനർവിന്യസിക്കാൻ നടപടികൾക്ക് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.